ഇതാണ് പത്മനാഭപുരം പാലസ്. നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് കുലശേഖരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 18 കിലോമീറ്റർ ദൂരമുണ്ട്. തക്കലയിൽ നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ ദൂരം, അത്ര തന്നെയാണ്. ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ ആസ്ഥാനവും ലോകത്തിലെ ഏറ്റവും വലിയ തടി കൊട്ടാരങ്ങളിൽ ഒന്നുമാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചുവെങ്കിലും 18-ാം നൂറ്റാണ്ടിലാണ് പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള കൊട്ടാരത്തെ വിപുലീകരിച്ച് പണിതത്. പിന്നെ ഇതിന് കൽക്കുളം കോയിക്കൽ എന്നായിരുന്നു പേര്, പണ്ടുള്ള പേര്. അത് ഇപ്പോഴത്തെ പത്മനാഭപുരം കൊട്ടാരം എന്നുള്ള പേരിലാവാൻ കാരണവും അവരുടെ രാജകുടുംബത്തിൻ്റെ പരദേവതയായ ശ്രീ പത്മനാഭനാണ് ഈ കൊട്ടാരം അവർ സമർപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അവരുടെ പരദേവതയുടെ പേരായിട്ട് പത്മനാഭപുരം എന്ന് പുനർനാമകരണം ചെയ്തു എന്നും കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയൊക്കെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാവുന്നതേ ഉള്ളൂ. ഞങ്ങളെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട് സജീഷും ഫാമിലിയും വന്നപ്പോൾ അവർക്കിങ്ങനെ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടിട്ടില്ല. അവരിതിന് മുമ്പേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ വന്നിരുന്നു. അപ്പോൾ അവരുടെ വിസിറ്റിംഗ് ടൈം അവർ വന്ന സമയത്തുള്ള വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു പോയി. 5 മണി വരെ ഉള്ളൂ കേട്ടോ, രാവിലെ 9 മണി മുതൽ 5 മണി വരെ. അപ്പോൾ അന്നത്തെ അവരുടെ സമയം കഴിഞ്ഞാണ് അവരിവിടെ എത്തിയത്. കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സോ നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി നമ്മൾ വന്നതാണ്. കൊട്ടാരത്തിന് എൻട്രി ഫീ 50 റുപ്പീസാണ് അഡൾട്ട്സിന്, കുട്ടികൾക്ക് 10 രൂപ. പിന്നെ മൊബൈൽ ഫോട്ടോസ് എടുക്കുന്നതിന് എക്സ്ട്രാ 10 രൂപ പേ ചെയ്യണം. അല്ല വീഡിയോസ് ആണെങ്കിൽ 250 പേ ചെയ്യണം. ഞങ്ങളിതൊക്കെ ചെയ്താണ് ഉള്ളിൽ കയറിയെങ്കിലും ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ കുറച്ചൊന്നും മറന്നുപോയി എന്ന് തന്നെയാണ് പറയാൻ കേട്ടോ. എവിടെയാണ് കുറച്ച് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, അത്രയേ ഉള്ളൂ. അവിടെ കയറി ഇവിടെ ഓങ്കാര നടനം പാടുവേൻ. നോക്കുന്നില്ല ശ്യാമ, ഇവിടെ റിസ്ക് പിടിച്ച സ്ഥലം. ഇത് ഉത്സവമൊക്കെ വരുമ്പോൾ പുറത്തുള്ള രഥവീതി കാണാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആന പുറത്തിരുന്ന് കാണില്ലേ, അതുപോലത്തെ ഒരു ഫീൽ കിട്ടും അവിടെ. ലവ് ഫ്രം കിളിവാതിലുകൾ. യെസ്, പോസ്റ്റ് ഡേ. പണ്ട് ഒന്നും കാണില്ല. ഇതിവിടെ ഷീറ്റിട്ട്, പണ്ട് കൂര ഉണ്ടായിരുന്നു, ഓടല്ലേ, ഇപ്പൊ അതിനെ മാറ്റി ഷീറ്റാക്കി. ഷീറ്റിട്ടത് അമ്മ കേട്ടില്ലേ നുങ്കു സർബത്ത്, അത് രാജാവ് ഉണ്ടെങ്കിൽ അമ്മിക്കല്ല്. രാജാവ് അമ്മിക്കല്ലിൽ അരച്ചാണ് രാജാവ് നുങ്കു സർബത്ത് ഇടുന്നത്. പക്ഷെ ഇവിടെ രാജാവില്ല. അപ്പം നീ ചെയ്തതാ, മരിച്ചു പോയി. ഇങ്ങോട്ട് പോയ ബാക്കിൽ ഭരണി കാണാം, പഴയ സ്റ്റോറേജ്. അത് വേണം, അതൊന്ന് പറയണ്ടേ. ഞങ്ങളന്ന് കൊട്ടാരത്തിലെത്തുമ്പോഴേ മണി 4:30 ആയി കേട്ടോ. പിന്നെ 1 hour, അതെ 5:30 വരെയൊക്കെ തന്നെയാണ് കണ്ടത്.
മാത്രമല്ല അവർ 2-3 റൂമൊക്കെ അവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. അത് സമയം വൈകിയതായതുകൊണ്ടാണോ അതോ എപ്പോഴും അങ്ങനെയാണോ അറിയില്ല. ഞങ്ങളങ്ങനെ എല്ലാം കണ്ടിട്ട് ഇരുട്ട് സന്ധ്യയൊക്കെ ആയപ്പോൾ വെളിയിലിറങ്ങി. പിന്നെ നേരെ ഇവർ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരുവട്ടാർ ആദികേശവനെയും പോയി കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നല്ലൊരു തിരക്ക് പിടിച്ചതും നല്ല സന്തോഷവുമായൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഫോർ നൗ.